ഹായ് എവരി വൺ. അക്കാഡമീസിന്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ ഈ RPF നോട്ടിഫിക്കേഷൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് കിട്ടുന്ന സംശയങ്ങളിൽ ഒന്നാണ് RPF സ്പെക്സ് അലൗഡ് ആണോ, അല്ലെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്, RPF സ്പെക്സ് അലൗഡ് അല്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ പിന്നെ വരുന്ന രണ്ടാമത്തെ സംശയം ഇതാണ്, RPF എന്തുകൊണ്ടാണ് സ്പെക്സ് അലൗഡ് അല്ലാത്തത്? കാരണം RPF പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 മാത്രമല്ലേ, B1 ആയിട്ടും എന്തുകൊണ്ടാണ് RPF സ്പെക്സ് അലൗഡ് അല്ലാത്തത് എന്നുള്ള രണ്ട് സംശയങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, RPF അപ്ലൈ ചെയ്യുന്നവർക്ക് സ്പെക്സ് അലൗഡ് ആണെന്നുള്ളതാണ്. അതിനുള്ള ആൻസർ ഞാൻ സ്ട്രേറ്റ് ആയിട്ട് പറയണം, അലൗഡ് അല്ല. അത് നോട്ടിഫിക്കേഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സ്പെക്സ് ധരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, RPF നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. രണ്ടാമത്തെ ചോദ്യം വരുന്നത് ഇതാണ്, അതാണ് ഏറ്റവും അതിൽ എല്ലാവരെയും കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു ഫാക്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചോദ്യം എന്ന് പറയുന്നത്, B1 സ്റ്റാൻഡേർഡ് മാത്രമുള്ള ഒരു പരീക്ഷയായിട്ടും എന്തുകൊണ്ടാണ് RPF സ്പെക്സ് അലൗഡ് അല്ലാത്തത്, അല്ലെങ്കിൽ അതിൽ നോർമലി സ്പെക്സ് അലൗഡ് ആയിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, B1 സ്റ്റാൻഡേർഡിൽ നോർമലി ഈ പറയുന്ന പോലെ സ്പെക്സ് ഒക്കെ അലൗഡ് ആണെങ്കിൽ കൂടി RPF കേസ് വരുമ്പോൾ അതൊരു സ്പെഷ്യൽ കേസ് ആണ്. അവിടെ എന്ത് അലൗഡ് അല്ല, സ്പെക്സ് അലൗഡ് അല്ല. പിന്നീട് സർവീസിലൊക്കെ കയറി കഴിഞ്ഞിട്ട് എന്ത് മതി, നിങ്ങൾക്ക് B1 കാറ്റഗറി B1 ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ എന്ത് ചെയ്താൽ നിങ്ങൾ ക്ലിയർ ചെയ്താൽ മതി. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് സ്പെക്സ് യൂസ് ചെയ്യാം. അല്ല ഇനിയിപ്പോൾ ഒട്ടും പറ്റാത്താണെങ്കിൽ ഇപ്പോൾ റെയിൽവേയിലാണെങ്കിലും നമുക്കൊരു പർട്ടിക്കുലർ പോസ്റ്റിന് ഒരു പർട്ടിക്കുലർ മെഡിക്കൽ കാറ്റഗറി ഉണ്ടാവും. ആ കാറ്റഗറിയിൽ നമുക്ക് ആ ഒരു മെഡിക്കൽ നമുക്ക് ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ റെയിൽവേ എന്ത് ചെയ്യും, റീഅസൈൻ ചെയ്യാണ് ചെയ്യാറുള്ളത്. അതുപോലെ എന്തെങ്കിലും ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, RPF ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇപ്പൊ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും സ്പെക്സ് അലൗഡ് അല്ല, B1 കാറ്റഗറി ആണെങ്കിൽ കൂടി. ഇനിയിപ്പോൾ അതിന്റെ മെഡിക്കലിന്റെ റൂൾ ബുക്ക് ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, B1 ആണെങ്കിൽ കൂടി RPF എന്ത് പോസിബിൾ അല്ല, സ്പെക്സ് ധരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോസിബിൾ അല്ല. അപ്പോൾ ഈ ഒരു ചെറിയ സംശയം നിങ്ങൾ എല്ലാവരും ഒരുപാട് പേര് മെസ്സേജ് അയച്ചും ചോദിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും കൂടെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ചെയ്തതാണ്. ഇതുപോലെ RPF ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദയവേത് എന്ത് ചെയ്യുക, താഴെ നിങ്ങളത് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങളെപ്പോലെ എന്താ പറയുക, നമ്മുടെ സംശയങ്ങളും എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാളായി തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അവരോടും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. നമുക്കറിയുന്നത് പോലെ നമ്മളും അവിടെ പറഞ്ഞു തരാനായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ആ ഗ്രൂപ്പിലൂടെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്ത് ചെയ്തോളൂ, ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തോളൂ. എന്നെ കൊണ്ട് പറ്റുന്നത്രയും എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്ത് തരാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.